കൂട്ടുകാരെ, നമസ്കാരം. എന്തൊക്കെയാ വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണം. ഞാനും ഇവിടെ സുഖമായിരിക്കണു. അപ്പം ജീവിതത്തിൻ്റെ ഓരോ വഴിയിലൂടെ നമ്മളിങ്ങനെ ഓടിപ്പാഞ്ഞിങ്ങനെ നടക്കുകയാണ് അല്ലേ? ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്. അപ്പം ഞാൻ എപ്പോഴും പറയും, വെള്ളിക്കരണ്ടിയിലാണെങ്കിലും സ്വർണ്ണക്കരണ്ടിയിലാണെങ്കിലും ഏത് കരണ്ടിയിൽ ജനിച്ചാലും അനുഭവിക്കാനുള്ളത് അനുഭവിച്ചേ പോവുള്ളൂ അല്ലേ? അപ്പം അങ്ങനെ പറയുമ്പോൾ ചിലവർ പറയും കഴിഞ്ഞ ജന്മത്തിലെ, അതായത് പൂർവ്വജന്മത്തിലെ സുഹൃതാണ് ഈ ജന്മത്തിൽ കിട്ടുക. അപ്പം അതുകൊണ്ട് പൂർവ്വജന്മത്തിൽ നമ്മൾ എന്തെങ്കിലും പാപങ്ങൾ തെറ്റുകുറ്റങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ജന്മത്തിൽ അത് മാറാവ്യാധിയായിട്ടും അതുപോലെ തന്നെ ജീവിതത്തിൽ നമുക്ക് സുഖം സമാധാനം സന്തോഷം ഇല്ലാതെ ഉണ്ടാവും എന്ന് പറയും. അപ്പം ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ പറയട്ടെ, കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ എന്താ ഉണ്ടായ, നമുക്ക് സന്തോഷമാണോ ദുഃഖമാണോ, കഴിഞ്ഞ ജന്മം എന്ന് പറയുന്നത് ഉണ്ടോ എന്നുള്ളത് നമുക്ക് അറിയില്ല അല്ലേ? അപ്പോൾ അങ്ങനെ നമുക്ക് അതൊന്നും അറിയാതെ നമുക്ക് ഈ ജന്മത്തിൽ ഇത് കിട്ടിയിട്ട് നമുക്ക് ഓർമ്മയുള്ള കാലത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് നമ്മുടെ അനുഭവങ്ങളെ നമുക്കറിയുള്ളൂ. അപ്പോൾ അത് സന്തോഷം, എല്ലാവരും സന്തോഷം കിട്ടാൻ തന്നെ ആഗ്രഹിക്കുക അല്ലേ? അപ്പോൾ നമ്മൾ സന്തോഷം ദുഃഖവും എല്ലാം സമ്മിശ്രമായിട്ട് തന്നെയാണ് അല്ലേ? കയ്പും ചവർപ്പും പുളിപ്പും എല്ലാം കൂടിയിട്ടൊക്കെ തന്നെയാണ് ജീവിതം. അതൊക്കെ ആസ്വദിച്ച് നമുക്ക് ജീവിക്കാനും പറ്റും. പക്ഷെ നമുക്ക് ഒന്നാണ് ജീവിതത്തിൽ, നമ്മൾ പറയും ഏറ്റവും പ്രധാനം പണമാണ്. പണമല്ല എന്ന് ഞാൻ പറയണില്ല, പണം വേണം. പക്ഷെ പണം കൊണ്ട് നമുക്ക് എല്ലാം വാങ്ങാനായിട്ട് പറ്റില്ല. മനസ്സമാധാനമാണ് ഏറ്റവും വലുത് അല്ലേ? അപ്പം മനസ്സമാധാനം വേണം, പണവും വേണം. രണ്ടുണ്ടെങ്കിലാണ് നമുക്ക് സന്തോഷവും സമാധാനമായിട്ടും സുഖമായിട്ടും ജീവിക്കാനായിട്ട് പറ്റുള്ളൂ. പണം മാത്രം ഉണ്ടായത് കൊണ്ടും പറ്റില്ല, മനസ്സമാധാനം മാത്രം ഉണ്ടായത് കൊണ്ടും പറ്റില്ല. മനസ്സമാധാനം പുഴുങ്ങി തിന്നാൻ പറ്റില്ലല്ലോ. അപ്പം നമുക്ക് പണം ഉണ്ടെങ്കിൽ തന്നെയാണ് ജീവിക്കാനും പറ്റുള്ളൂ. അപ്പോൾ മനസ്സമാധാനം പണവും ഉണ്ടെങ്കിൽ തന്നെയാണ് പറ്റുള്ളൂ. അപ്പോൾ എന്തൊക്കെ ഉണ്ടെങ്കിലും എങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ജീവിച്ചേ മതിയാവുള്ളൂ അല്ലേ? ജീവിതം നമ്മൾ ജനിച്ചു പോയില്ലേ, ജീവിച്ചേ മതിയാവുള്ളൂ. അപ്പോൾ നമ്മൾ ചിന്തിക്കും ദുഷ്ടനെ ദൈവം പന പോലെ വളർത്തും എന്നൊക്കെ പറയും. അതുപോലെ തന്നെ മേലോട്ട് പോയാലും താഴത്ത് വന്നിട്ട് സമ്മാനം മേടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തൊക്കെ ദുഷ്ടതരം കാണിച്ചാലും അവർക്ക് അവനെ അനുഭവിക്കും എന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ദുഷ്ടത്തരം ചെയ്യുന്നവർക്കും ദുഷ്ടത്തരം പ്രവർത്തിക്കുന്നവർക്കും ജീവിതത്തിൽ സന്തോഷവും സമാധാനം ഉയർച്ചയുണ്ടാവുന്നുണ്ട്. അല്ലാത്തവർക്ക് എന്നും ദുരിതം തന്നെയുള്ളൂ അല്ലേ? അപ്പോൾ ആ ദുരിതങ്ങൾ അനുഭവിച്ച് അതിൽ നീറി ജീവിക്കാനാണ് അല്ലാത്തവർക്ക്, അങ്ങനെയുള്ള ജീവിതമാണ് അല്ലാത്തവർക്ക് കിട്ടുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ എന്തിനും ഏതിനും ഉണ്ട് അല്ലേ? നമ്മൾ ജാതകപ്രകാരം നമ്മൾ വിശ്വസിക്കുമ്പോൾ എന്ത് നല്ല നാളിൽ ജനിച്ചാലും എന്ത് നല്ല സമയത്ത് ജനിച്ചാലും നമുക്ക് അനുഭവിക്കാൻ യോഗം ഉള്ളത് നമ്മൾ അനുഭവിച്ചേ തീരുള്ളൂ. അത് ഏത് നാളായാലും കുഴപ്പമില്ല, ഏത് ജനന സമയമായാലും കുഴപ്പമില്ല. ഞാൻ പറയട്ടെ, ഇപ്പോൾ എത്ര പേര് സിസേറിയൻ ചെയ്യുമ്പോൾ ജനുവരി 1-ാം തീയതിക്ക് ഡേറ്റ് വേണം പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ചെയ്ത് നമ്മൾ ഡെലിവറി ആക്കിയിട്ടുണ്ട്, സിസേറിയൻ ചെയ്യുന്നുണ്ട് നാളൊക്കെ നോക്കിയിട്ട്. അല്ലെങ്കിലും നമ്മൾ സമയമായി കഴിഞ്ഞാൽ നാളൊക്കെ നോക്കിയിട്ടാവുന്നുണ്ട്. പക്ഷെ നമ്മൾ നാളെ നോക്കി ഡോക്ടർമാർ അവരുടെ ധൃതിക്ക് കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കിയ സമയത്തായിരിക്കില്ല ജനനം. അപ്പോൾ ഏതൊരാൾക്കും ജനിക്കുമ്പോൾ അവർക്ക് അനുഭവിക്കാനുള്ളത് എന്തോ അത് അനുഭവത്തിൽ വന്നേ ഇരിക്കുള്ളൂ. നമ്മൾ ചിന്തിക്കും സന്തോഷം നമ്മുടെ ജീവിതത്തിൽ കുറച്ചേ ഉള്ളൂ, നമുക്ക് ദുഃഖങ്ങളും ദുരിതങ്ങളൊക്കെ കൂടുതൽ എന്നുള്ളത്. പക്ഷെ അങ്ങനെയല്ല, സന്തോഷവും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ നമുക്കുണ്ട്. പക്ഷെ നമ്മുടെ അനുഭവത്തിൽ നമ്മൾ സന്തോഷിക്കുമ്പോൾ നമുക്ക് ആ സമയം കുറച്ചേ ഉള്ളൂ തോന്നുകയാണ്. ദുരിതങ്ങൾ അനുഭവിക്കുമ്പോൾ അല്ലെങ്കിൽ ദുഃഖങ്ങൾ അനുഭവിക്കുമ്പോൾ നമുക്കത് കൂടുതൽ ഉള്ളതുപോലെ അല്ലെങ്കിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്ന പോലെ നമുക്ക് തോന്നുകയാണ് അല്ലേ? പക്ഷെ എന്തും ഉണ്ട്. നമ്മൾ വിചാരിക്കും, ചിലവരെ കാണുമ്പോൾ വിചാരിക്കില്ല അയ്യോ അവരുടെ എന്തൊരു ഭാഗ്യം, അവരത്ര സമാധാനമായിട്ട് അല്ലെങ്കിൽ സന്തോഷമായിട്ടാണ് ജീവിക്കണം, അവർക്കൊരു ദുഃഖവും ഇല്ല ദുരിതവും ഇല്ല എന്നൊക്കെ ചിന്തിക്കും. എല്ലാവർക്കും ഉണ്ടായിരിക്കും ഇല്ല എന്ന് പറയില്ല. പക്ഷെ ഓരോരുത്തരും അവരവർക്ക് വരുമ്പോൾ നമുക്ക് എന്തും സഹിക്കാം, എന്തും ക്ഷമിക്കാം, അല്ലെങ്കിൽ എന്തും നമ്മൾ തരണം ചെയ്യാം. നമുക്ക് താങ്ങായിട്ടൊരാൾ അല്ലെങ്കിൽ നമ്മുടെ വിഷമങ്ങൾ പറയാനായിട്ട് ഒരാൾ, അത് നമ്മുടെ ഭർത്താവായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ സഹോദരി ആയിരിക്കാം, അല്ലെങ്കിൽ സഹോദരനായിരിക്കാം അല്ലേ? പക്ഷെ അതൊന്നും ഇല്ല. അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ കൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ഒറ്റപ്പെടുമ്പോൾ ആ ഒറ്റപ്പെടലാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഭീകരത. നമ്മൾ ആ ഒറ്റപ്പെടലിൽ ആണ് നമുക്ക് ഏറ്റവും ദുരിതങ്ങളും ദുരന്തങ്ങളും തോന്നുന്നത് അല്ലേ? കാരണം ആരോടും ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥ, ആരും നമുക്ക് സഹായിക്കാനില്ലാത്തൊരവസ്ഥ, അങ്ങനെയൊക്കെ എത്തുമ്പോഴാണ് നമുക്ക് ഏറ്റവും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ദുരിതപൂർണ്ണം. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയേക്കുന്നത്. ഞാനും അങ്ങനെ ഒരു അവസ്ഥയിൽ കൂടെ തന്നെയാണ് കടന്നു പോകാറ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, എപ്പോഴും എനിക്കിവിടെ അമ്മയ്ക്ക് സുഖമില്ലാത്ത കാരണം ഇപ്പോൾ ഒരാഴ്ചയായിട്ട് രാത്രിയും പകലും 24 മണിക്കൂർ എന്ന് പറഞ്ഞാൽ എൻ്റെ കണ്ണും മനസ്സും എല്ലാം അമ്മയുടെ നേർക്കാണ്. അടുക്കളയിൽ ഒരു പണി ചെയ്യണ്ടെങ്കിൽ പോലും ഞാൻ എൻ്റെ മനസ്സും എപ്പോഴും ഇവിടേക്ക് ഇങ്ങനെ ശ്രദ്ധ കൊടുത്തിട്ടാണ് ഞാൻ ഇരിക്കുന്നത് കേട്ടോ. കാരണം സോഡിയം കുറഞ്ഞു, ബ്ലാഡർ വാഷ് ചെയ്തു എന്ന് പറഞ്ഞു അമ്മയ്ക്ക്. ഞാൻ ആ ബ്ലാഡർ വാഷ് ചെയ്തപ്പോൾ സോഡിയം കുറഞ്ഞപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ അറിയാലോ. അങ്ങനെയൊക്കെ ആയി. അതിനുശേഷം ഇപ്പോൾ വീണ്ടും ബ്ലാഡർ വാഷ് കഴിഞ്ഞിട്ട് ഒരാഴ്ചയായിട്ടുള്ളൂ. വീണ്ടും ഇന്നലെ യൂറിൻ ടെസ്റ്റ് ചെയ്തപ്പോൾ പസിൽസ് ന്യൂമറസ് ആണ്, ബ്ലാക്ക് ബാക്ടീരിയ ഉണ്ട്. അപ്പോൾ വീണ്ടും ഇന്നലെ നമ്മൾ ആൻറ്റിബയോട്ടിക് ഇഞ്ചക്ഷൻ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ.
അപ്പോൾ എനിക്ക് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ എനിക്ക് ഇന്നലെ തോന്നി. മാനസികമായിട്ടുള്ള വിഷമം വേറെ, നമുക്ക് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വേറെ. ആ ഒരു അവസ്ഥയിൽ ഞാൻ ഡോക്ടറുടെ ഒ.പിയിലേക്ക് എത്തി. റിസൾട്ട് എൻ്റെ കയ്യിൽ കിട്ടി. ഡോക്ടറുടെ ഒ.പിയിൽ എത്തിയപ്പോഴത്തേനും ഞാൻ ഉറക്കാണ്ട് കരഞ്ഞു പോയി കേട്ടോ. അപ്പോൾ ഡോക്ടർക്ക് തന്നെ ആകതായി. എന്നോട് പറഞ്ഞു വിഷമിക്കാണ്ടിരിക്കൂ, കുഴപ്പമില്ല വിഷമിക്കാതിരിക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർക്കും അറിയാം, എല്ലാവർക്കും അറിയാം, സ്റ്റാഫുകൾക്കും അറിയാം. എല്ലാവരും എന്നെ വിളിച്ചു, സ്റ്റാഫുകളെല്ലാവരും കൂടി അവരെന്നെ ആശ്വസിപ്പിച്ചു. ചേച്ചി ഒറ്റയ്ക്ക് ആയതുകൊണ്ട് അങ്ങനെ തോന്നുന്നത് ചേച്ചിക്ക് എന്നൊക്കെ പറഞ്ഞു എല്ലാവരും. എനിക്ക് എന്തോ മനസ്സിൽ അടക്കി പിടിച്ച ആ വിഷമങ്ങൾ മുഴുവൻ ആ സമയം അങ്ങോട്ട് ഞാൻ ഉറക്ക കരഞ്ഞു തീർത്തു. എന്താ ചെയ്യാം, യൂറിനറി ഇൻഫെക്ഷനാണ്. എന്താ അസുഖം ചോദിച്ചാൽ യൂറിനറി ഇൻഫെക്ഷനാണ്. ഏത് നേരം നമുക്ക് അമ്മയെ താങ്ങിയിട്ട് വേണം ഇരിക്കാനായിട്ട്. അമ്മയ്ക്ക് അമ്മയുടേതായ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്കതൊരു മാനസികമായ വിഷമമായിട്ട് വരികയാണ്. കാരണം വീട്ടിലെ പണികളുണ്ട്, നമുക്ക് നമ്മുടേതായ കാര്യങ്ങളുണ്ട്. ചുരുക്കം പറഞ്ഞാൽ ഇതിന് മുൻപ് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ബാത്റൂമിൽ ഒന്ന് യൂറിൻ പാസ് ചെയ്യാൻ നമുക്ക് സമയമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു അവസ്ഥ എവിടെയാണെന്നുള്ളത് ഞാൻ ചിലപ്പോൾ ചിന്തിച്ച് പോകാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നലെ എൻ്റെ അച്ഛൻ പെങ്ങളുടെ മോളെന്നെ വിളിച്ചു. അപ്പോൾ ആ ചേച്ചി എപ്പോഴും എന്നോട് പറയും, എനിക്ക് നിന്നെ വിളിക്കാൻ പേടിയാണ്. എന്താ വെച്ചാൽ ചേച്ചി എപ്പോൾ വിളിക്കുമ്പോഴും ഞാൻ പറയും, ചേച്ചി ഞാൻ അമ്മേനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവാണ്. അല്ലെങ്കിൽ ഞാൻ പറയും, ചേച്ചി അമ്മ ഹോസ്പിറ്റലാണ്, ഞാൻ വണ്ടി വന്ന് ഞാൻ അതാ പോവുകയാണ്. ചിലപ്പോൾ നമ്മൾ ഓട്ടോ വിളിച്ചിട്ട് വന്ന് നിൽക്കണ നേരമായിരിക്കാം. അപ്പോൾ ആ ചേച്ചി എന്നോട് പറയും, എനിക്ക് നിന്നെ വിളിക്കാൻ പേടിയായി തുടങ്ങി മോളെ എന്ന് പറയും. അങ്ങനെ ഒരു അവസ്ഥയിൽ കൂടെ ഞാൻ പോണത്. അപ്പോൾ ഇന്നലെ ചേച്ചി എനിക്ക് ആദ്യം മെസ്സേജ് ഇട്ട് വെച്ചു, മോളെ ഞാൻ നിന്നെ വിളിക്കട്ടെ, നീ ഫ്രീ ആണോ, ഞാൻ വിളിക്കട്ടെ വിളിച്ചിട്ട് ഞാൻ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ എന്നോട് ചേച്ചി പറഞ്ഞു, എൻ്റെ മോളെ നിന്നെ കുറിച്ചിട്ട് ഞങ്ങൾ എപ്പോഴും പറയുന്നുണ്ട്, നിൻ്റെ അടി നിനക്ക് ഇങ്ങനെ ദുരിതങ്ങൾ എന്ന് പറഞ്ഞ പോലെ നിന്നെ ഞാൻ വിഷമിപ്പിക്കാൻ പറയല്ല, ഒന്ന് കഴിഞ്ഞാൽ ഒന്നായിട്ട് നിനക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാലും നീ ഒരാളുടെ അടുത്തും ദേഷ്യപ്പെടാതെ, ഒരാളോടും നീ സങ്കടങ്ങളും വിഷമങ്ങളും പറയാതെ എല്ലാവരോടും ചിരിച്ചിട്ട് സംസാരിക്കണ്ടല്ലോ, അതാണ് നിൻ്റെ ജീവിതത്തിൻ്റെ വിജയം മോളെ എന്ന് പറഞ്ഞു. ശരിയാണ്, ഞാൻ എപ്പോഴും ചിരിച്ചുകൊണ്ട് തന്നെയാണ് സംസാരിക്കാറ്. ഞാൻ നിങ്ങളോടും ഞാൻ പറയാറുണ്ട്, പക്ഷെ മനുഷ്യനല്ലേ, മനസ്സില്ലേ, എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് പൊട്ടിപ്പോവില്ലേ. അപ്പോൾ ആ പൊട്ടിപ്പോകുന്ന സമയത്തായിരിക്കാം ചിലപ്പോൾ ഞാൻ നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ നെഗറ്റീവ് അടിച്ചിട്ട് പോസിറ്റീവ് അല്ലാത്ത രീതിയിൽ നിങ്ങളോട് സംസാരിക്കാറ് കേട്ടോ. അപ്പോൾ എനിക്കെന്നെ ചിലപ്പോൾ തോന്നാറുണ്ട് നിങ്ങൾക്കതൊരു വിഷമമായി മാറുമെന്ന്. കാരണം എപ്പോഴും നെഗറ്റീവ് പറയുമ്പോൾ അതൊരു വിഷമമാവുന്നു. പക്ഷെ അങ്ങനെയല്ല, ചില സമയങ്ങളിൽ നമ്മുടെ മൈൻഡ് ഇങ്ങനെ മൂഡ് ഔട്ടായിട്ട് ഇങ്ങനെ പോയിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും പങ്കുവയ്ക്കുമ്പോൾ അങ്ങനെ പറയാണ്, എനിക്ക് എൻ്റേതായ വിഷമങ്ങൾ എല്ലാം പേഴ്സണലായിട്ട് നമുക്ക് ചിലപ്പോൾ നിങ്ങളോട് തുറന്ന് പറയാൻ പറ്റിയില്ലെങ്കിലും എനിക്ക് കുറച്ചൊക്കെ എനിക്കിങ്ങനെ പറയാൻ പറ്റുന്നത് കൊണ്ടാണ് ഞാൻ ജീവിച്ചു പോകുന്നത്. അതുകൊണ്ടാണ് എങ്ങനെ സമയമില്ലെങ്കിലും ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇതാണ് എനിക്ക് ആകെയുള്ളൊരു ആശ്രയം അല്ലെങ്കിൽ ആശ്വാസം എന്ന് തന്നെ പറയാം. ഈ ഒരു ആശ്വാസം ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങനെ ജീവിച്ചു പോകും ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്. ചില സമയങ്ങളിൽ ഞാൻ ചിന്തിക്കും, എനിക്ക് നല്ലൊരു വീഡിയോ ഇടാനോ അല്ലെങ്കിൽ അത് എഡിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനേതായിട്ടുള്ള സമയങ്ങൾക്ക് ഇരിക്കാനോ എനിക്കില്ലെങ്കിൽ പോലും ഞാൻ തട്ടിമുട്ടി എങ്ങനെയൊക്കെ വീഡിയോ ഇട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതിട്ട് പോകുമ്പോൾ ഞാൻ ചിന്തിക്കും, എന്തിനാണ് ഞാൻ അങ്ങനെ യൂട്യൂബ് ചാനൽ കൊണ്ടുപോകുന്നത്, ഇതങ്ങോട്ട് നിർത്തിക്കൂടെ എന്നൊക്കെ ചിന്തിക്കും. പക്ഷേ എൻ്റെ ജീവിതത്തിലെ ഒരു ആശ്വാസം എനിക്കിപ്പോൾ ഇതാണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ വീഡിയോ ഇട്ട് പോകുന്നത്. ചിലപ്പോൾ വ്യൂസ് കുറവായിരിക്കാം, അല്ലെങ്കിൽ എന്നാലും എൻ്റെ മനസ്സിൻ്റെ സന്തോഷമാണെങ്കിലും സങ്കടങ്ങളാണെങ്കിലും എൻ്റെ മനസ്സിൻ്റെ വേവലാതികളാണെങ്കിലും ഞാനിങ്ങനെ പങ്കുവെക്കുമ്പോൾ അതെനിക്ക് എൻ്റെ മനസ്സിന് വളരെ ഒരാശ്വാസം തന്നെയാണ് കേട്ടോ. ജീവിതമാണ്, സോഷ്യൽ മീഡിയയാണ്, നമുക്കറിയാം. എല്ലാം നമുക്ക് വന്നിട്ട് ജീവിതത്തിലാണെങ്കിൽ പോലും ഒരാളോടും തുറന്ന് പറയാൻ പറ്റില്ല. സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് നമുക്കെല്ലാം ഇതുപോലെ തുറന്ന് പറയാൻ പറ്റില്ല. എങ്കിലും എനിക്ക് എൻ്റേതായ ശങ്കകൾ, നമുക്ക് മനസ്സിൽ തോന്നുന്ന വിഷമങ്ങളാണെങ്കിലും എല്ലാം എനിക്ക് ഇങ്ങനെ പങ്കുവെക്കാൻ പറ്റുന്നുണ്ടല്ലോ, അത് തന്നെ എൻ്റെ മനസ്സിനൊരു ആശ്വാസമാണ്. ഇല്ലെങ്കിൽ എന്നോ ഞാനൊരു ഭ്രാന്തിയായി പോയിണ്ടാവും അല്ലേ. അപ്പോൾ അതിനേക്കാൾ ഉപരി നമുക്ക് ആരോടും സംസാരിക്കാൻ അല്ലെങ്കിൽ ആരോടും ചിരിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ കൂടെയൊക്കെ നമ്മൾ കടന്നു പോവും. തിരിച്ച് എനിക്കറിയാം, ഇന്നലെ തന്നെ എനിക്ക് ഭയങ്കര തലവേദനയായിരുന്നു. എൻ്റെ മാനസികമായ ടെൻഷനാണ്, എനിക്കതറിയാം. മാനസികമായിട്ടും ശാരീരികമായിട്ടും എനിക്ക് വയ്യാതെയായി. ഇന്നലെ അത്രയും ഞാൻ കുഴഞ്ഞു വീഴുമെന്ന് പറയുന്നൊരവസ്ഥയിലാണ് ഞാൻ ഹോസ്പിറ്റലിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. അവരെന്നെ എല്ലാവരും പിടിച്ചിരുത്തി വെള്ളം തന്നു. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവരുടെ എല്ലാവരുടെയും അത് സപ്പോർട്ട് ഉള്ളത് കൊണ്ടും അങ്ങനെയൊക്കെ എനിക്ക് കടന്നു പോകാനായിട്ട് പറ്റുന്നുണ്ട്. ഒരു വഴി കൂടെ അല്ലെങ്കിൽ ഒരു വഴി കൂടെ നമുക്ക് കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട്. സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് ഒരുപാട് നമുക്കുണ്ട്, ഇല്ല ഞാൻ പറയണില്ല. പക്ഷെ ആ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ഇപ്പം യൂട്യൂബിൽ നിന്നൊക്കെ വരുമാനം കിട്ടിയോ എന്ന് എല്ലാവരും ചോദിക്കും. കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും നല്ല തന്നെയാണ്. കാരണം ഈ സാഹചര്യങ്ങളെ തരണം ചെയ്യാനായിട്ട് ചിലപ്പോൾ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ചിന്തിക്കുമ്പോൾ ഞാൻ അയ്യോ എന്ത് ചെയ്യും എന്ന് ഞാൻ
ആലോചിക്കാറുണ്ട്. പക്ഷെ ഇങ്ങനെയൊക്കെ ഒരു നിവൃത്തി മാർഗത്ത് കൂടെ എങ്ങനെയൊക്കെയോ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ആ കടന്നു പോകുന്നത് അല്ലാത്തൊരവസ്ഥയിൽ കൂടെ നമ്മൾ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അപ്പോൾ അതും ഞാൻ ചിന്തിക്കാറുണ്ട്. ഇപ്പോൾ എനിക്ക് കൊണ്ട് ഓടാൻ ഇങ്ങനെ തൊട്ടാണ് ഹോസ്പിറ്റൽ, എൻ്റെ സ്വന്തം സ്ഥാപനം പോലെ. അവിടുത്തെ സ്റ്റാഫുകളായിക്കോട്ടെ എല്ലാറ്റിനും എന്നോടൊപ്പം നിൽക്കുന്നുണ്ട്, ഡോക്ടർ ആയിക്കോട്ടെ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സൗകര്യം കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ഒരു സൗകര്യം കിട്ടുന്നത് ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അപ്പോൾ അത് ഞാൻ ചിന്തിക്കും. ഇല്ലെങ്കിൽ ഇതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും എന്നുള്ളത് ചിന്തിക്കും കേട്ടോ. അപ്പോൾ ഒരു നേരം പോയിട്ട് എനിക്ക് എൻ്റെ കയ്യിൽ പൈസ ഇല്ല എന്ന് പറഞ്ഞാലും എനിക്ക് അവിടുന്ന് മെഡിസിനുകൾ കിട്ടാനോ അല്ലെങ്കിൽ അവിടെ എൻ്റെ കാര്യങ്ങൾ നടക്കാനോ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ അതൊക്കെ ദൈവം ഒരു ഭാഗത്ത് കൂടെ നമുക്കൊരു ഇങ്ങനെ തെളിച്ചു കൊണ്ടുപോവുകയാണ്. അപ്പോൾ അതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഒന്ന് ചീഞ്ഞാലേ മറ്റൊന്നിന് വളാവുള്ളൂ എന്ന് പറയുന്നുണ്ട്. എൻ്റെ ജീവിതം ഇങ്ങനെ ആയതുകൊണ്ടായിരിക്കാം എനിക്ക് ചിലപ്പോൾ അമ്മേനെ ഇങ്ങനെ നോക്കാൻ പറ്റണത്. ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഇപ്പോഴും എൻ്റെ അമ്മയ്ക്ക് അതറിയില്ല. അമ്മ ചോദിക്കും എന്നോട്, നീ എന്താ എനിക്ക് ചെയ്യുന്നത്? ഞാൻ ഹോസ്പിറ്റലിൽ കടന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ എന്താ എനിക്ക് അസുഖം എന്നാണ് ചോദിക്കുക. അപ്പോൾ ഇന്നലെയും ഡോക്ടർ എന്നോട് പറഞ്ഞു, അവരെന്താ വെച്ചാൽ പറഞ്ഞോട്ടെ, അവർക്ക് അത്ര അറിയുന്നില്ല, ഓർമ്മയില്ല, അതുകൊണ്ടാണ്. അപ്പോൾ അതിൽ വിഷമിക്കേണ്ട. ഞാൻ പറഞ്ഞു അതിലെനിക്ക് വിഷമമില്ല. ആ ചോദിക്കുമ്പോൾ ചിലപ്പോൾ ഒന്നുകിൽ എനിക്ക് ദേഷ്യം വരും, അല്ലെങ്കിൽ ഞാൻ ചിരിക്കും, അത്രയേ ഉള്ളൂ. അതിലെനിക്ക് വിഷമമില്ല. പക്ഷേ ഈ യൂറിനറി ഇൻഫെക്ഷൻ വിട്ടു പോവാത്തത് കൊണ്ടും ഈ എപ്പോഴും ഈ ആൻറ്റിബയോട്ടിക് ചെല്ലുന്നത് കൊണ്ടും പിന്നെ അതുകൊണ്ട് അമ്മയ്ക്ക് ശാരീരികമായിട്ടുള്ള അവശതകൾ ഉള്ളത് കൊണ്ടും എനിക്കൊരു ബുദ്ധിമുട്ട്, അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ സാമ്പത്തികമായിക്കോട്ടെ അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ നമുക്ക് ആൾഫലമായിക്കോട്ടെ എന്തുണ്ടെങ്കിലും നമുക്ക് മനസ്സുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ എന്തും ചെയ്യുള്ളൂ അല്ലേ. അതൊരു വീട്ടിലെ പണി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു രോഗീനെ പരിചരിക്കുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതായിക്കോട്ടെ, നമുക്ക് മനസ്സുണ്ടെങ്കിൽ മാത്രമേ നമ്മളിത് ചെയ്യുള്ളൂ. മനസ്സില്ലാത്തവർ ചെയ്യില്ല അല്ലേ. നമ്മൾ നമ്മുടെ വീട്ടിലത്തെ പണികൾ ഓരോന്നും സന്തോഷമായിട്ട് എന്തൊക്കെ ദുരിതങ്ങളും ദുഃഖങ്ങളും അല്ലെങ്കിൽ എന്തൊക്കെ വയ്യായ്മകളുണ്ടെങ്കിലും ഞാൻ അങ്ങനെയാണ് കേട്ടോ, ഞാൻ എല്ലാം ചെയ്യും. അതുപോലെ ഞാൻ ചൂല് കാണാത്ത ആളല്ല, അല്ലെങ്കിൽ നമ്മൾ അടുക്കളപ്പണികൾ കാണാത്ത ആളല്ല. നമുക്ക് ചിലപ്പോൾ വീട്ടിൽ ചെയ്യേണ്ട ആവശ്യം വന്നിട്ടുണ്ടായിരിക്കില്ല. നമ്മൾ കുട്ടികളായിരിക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ നമുക്ക് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടുണ്ടായിരിക്കില്ല. പക്ഷെ ഇന്ന് നമ്മളെല്ലാം ഒറ്റയ്ക്ക് തന്നെ ചെയ്യും. എത്ര വയ്യെങ്കിലും ഞാൻ ചെയ്യും. വേണ്ടവർക്കെല്ലാം ഞാൻ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ മനുഷ്യ മനസ്സ്, ആ മനസ്സ് വേണമെന്ന് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, ഇന്ന് പട്ടീനെയും പൂച്ചേനെയൊക്കെ നന്നായിട്ട് വളർത്തുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. കട്ടിൻ്റെ മുകളിൽ കൂടെ കിടത്തി ഉറക്കുന്ന പട്ടിയും പൂച്ചയുണ്ട്. പക്ഷെ ആ പട്ടിക്കും പൂച്ചയ്ക്കും തിന്നാൻ കൊടുക്കുന്നതും പട്ടീനെ പൂച്ചേനെയും നോക്കുന്നത് ആ ഒരു മനസ്സും ഒരു മനുഷ്യനെ നോക്കാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണെന്ന് ഞാൻ പറയുള്ളൂ. പട്ടീനെയും പൂച്ചേനെയൊക്കെ സ്നേഹിക്കണം വേണ്ട ഞാൻ പറയണില്ല. പക്ഷെ മനുഷ്യനെ സ്നേഹിക്കാനും മനസ്സിലാക്കാനും നമുക്ക് മനസ്സ് വേണം. മനസ്സുണ്ടെങ്കിൽ തന്നെയാണ് നടക്കുള്ളൂ കേട്ടോ. നമ്മൾ ദേഹം ഇളകാതെ ഇരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ജീവിതശൈലി രോഗങ്ങൾ വരും. അതുപോലെ തന്നെ പാരമ്പര്യമാണെങ്കിൽ പോലും നമുക്ക് അല്ലാതെയും നമുക്ക് രോഗങ്ങൾ വരും. അതുപോലെ നമുക്ക് ഫാറ്റി ലിവർ വരും. അതുപോലെ ഓരോ രോഗങ്ങളും നമ്മളെ തേടിയെത്തുന്നത് ഇങ്ങനെ തന്നെ. ഇന്നത്തെ ഭക്ഷണ രീതി ആയിക്കോട്ടെ, നമ്മുടെ ജീവിത ലൈഫ് സ്റ്റൈൽ ആയിക്കോട്ടെ, അങ്ങനെയൊക്കെയാണ് നമുക്ക് അസുഖങ്ങൾ വരുന്നത് കേട്ടോ. അപ്പോൾ ജിമ്മിന് പോകുന്നതോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും നമ്മൾ നടക്കാനോ കാര്യങ്ങളോ പോകുന്നതിനോ ആരും കുറ്റം പറയില്ല. എന്താ കാരണം വെച്ചാൽ നമ്മൾ എത്രയൊക്കെ അടുക്കളപ്പണികൾ ചെയ്താലും പണ്ടത്തെ പോലെയല്ല. പണ്ട് നമ്മൾ വെള്ളം കോരുക, അമ്മിയിൽ അരയ്ക്കുക, ആട്ടുകല്ലിൽ അരയ്ക്കുക, ഇതൊക്കെ ചെയ്തു. ഇന്നെല്ലാം സ്വിച്ച് ഇട്ടാൽ ഓടുന്നതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് കഠിനാധ്വാനങ്ങളായിട്ട് നമ്മൾ കുറേ സമയം നമുക്ക് അടുക്കളയിൽ പണിയെടുക്കേണ്ടതായിട്ട് വരുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ കഠിനാധ്വാനമായിട്ട് നമ്മൾ അധ്വാനിച്ചിട്ട് നമ്മുടെ ശരീരത്തിൽ വയർപ്പ് പോണില്ല. അപ്പോൾ അതുപോലെ പണ്ട് പറമ്പിൽ ആണുങ്ങൾ കളച്ചുണ്ടായിരുന്നു. ഇന്നിപ്പോൾ അങ്ങനെ ലൈറ്റ് യുഗം ആയതുകൊണ്ട് നമ്മൾ ലാപ്ടോപ്പ് വെച്ചു അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ വെച്ചിട്ട് അതിൻ്റെ മുന്നിലിരുന്ന് വർക്ക് ചെയ്യാണ്. തല പുകച്ച് വർക്ക് ചെയ്യണം. സമയം നമുക്ക് ഒരുപാട് നഷ്ടപ്പെടുന്നുണ്ട്. എങ്കിലും നമ്മുടെ ശരീരത്തിന് നമുക്ക് അധ്വാനം ലഭിക്കണില്ല എന്നുള്ളത് കൊണ്ട് നമുക്ക് രോഗങ്ങൾ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മുടെ ശരീരത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് നമ്മൾ ഒന്നുകിൽ നടത്താം, അല്ലെങ്കിൽ സൈക്ലിങ്, അതുപോലെ എന്തെങ്കിലും അല്ല ജിമ്മിന് പോവുകയാണെന്നുണ്ടെങ്കിൽ ജിമ്മിന്, അങ്ങനെ പോയിട്ട് നമ്മുടെ ആരോഗ്യം ശ്രദ്ധിക്കേണ്ടതും വളരെ അത്യാവശ്യം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ്. അതുവരേക്കും നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ജോ. വീണ്ടും കാണാം. ബൈ, സി യു.